ഒരു ശരാശരി മലയാളിയുടെ അല്ലെങ്കിൽ ഒരു ശരാശരി ഇന്ത്യന്റെ ഏറ്റവും ബുദ്ധിപരമായ പണത്തിന്റെ നിക്ഷേപത്തിന്റെ മെത്തേഡ് എന്ന് അറിയപ്പെടുന്നത് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആണ്, FD ആണ്. അങ്ങനെ FD നിക്ഷേപിച്ചിട്ട് പലപ്പോഴും വർഷം 6% റിട്ടേൺസ് വരെ പലരും എടുക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റും എത്രയോ പേരാണ് വലിയ വലിയ എമൗണ്ട്സ് കൊണ്ടുപോയിട്ട് FD ഇടാറുള്ളത്. എന്നാൽ ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയട്ടെ, എന്തുകൊണ്ടാണ് എല്ലാവരും FD ഇടുന്നത്? FDയിൽ ഇത്രയും റിട്ടേൺസ്, ഇത്ര സേഫ് ആയിട്ടുള്ള റിട്ടേൺസ് കിട്ടുന്നുണ്ട് അല്ലേ? സേഫ്റ്റിയാണ് വേർഡ് അവരെല്ലാവരും ശ്രദ്ധിക്കുന്നത്. എന്നാൽ ഞാൻ ചോദിക്കുകയാണ്, FD തരുന്ന ഏറെക്കുറെ അത്ര സേഫ്റ്റിയോട് കൂടി എന്നാൽ ഈ 6% പകരം 10, 12, 13% ഇയർലി റിട്ടേൺസ് തരുന്ന വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ് ഉണ്ടെങ്കിലോ? കേൾക്കുമ്പോൾ ഇത് എന്താണെന്ന് ചിന്തിക്കുന്നുണ്ടാകും. എന്നാൽ വളരെയധികം സാധ്യമായിട്ടുള്ള, എന്നാൽ നമ്മുടെ നാട്ടില് ഫോർ സം റീസൺ പോപ്പുലർ അല്ലാത്ത ഒരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എനിക്കുറപ്പാണ് നിങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന് പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ടാകും ഇതിനെപ്പറ്റി. എന്നാൽ ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചിട്ടുണ്ടാകില്ല, അറിയുന്നുണ്ടാകില്ല, നിക്ഷേപിച്ചിട്ടുണ്ടാകില്ല. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ബോണ്ടുകളിലും ഡിബഞ്ചറുകളിലും എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, എന്താണിത്, ഇതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ടും ശക്തമായിട്ടുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ബോണ്ടുകളെന്നും ഡിബഞ്ചറുകളെന്നും മനസ്സിലാക്കുന്നു, അതിനെപ്പറ്റി വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കുന്നു, അതിന്റെ ബേസിക് ടെർമിനോളജീസ് പഠിക്കുന്നു, അതിന്റെ ബേസിക് ഡിഫറെന്റ് ടൈപ്സ് പഠിക്കുന്നു. ഏറ്റവും അവസാനം ഇത്ര നാൾ പ്രശ്നം എന്താണെന്ന് വെച്ചാലേ, ബോണ്ടുകൾ അറിയാമെങ്കിൽ പോലും ഇതിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, എവിടെ പോയാൽ വാങ്ങാൻ പറ്റും, എങ്ങനെ ഇതിന്റെ ട്രാൻസാക്ഷൻസ് നടത്താൻ പറ്റുമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ സ്റ്റോക്ക് ഒക്കെ വാങ്ങാനായിട്ട് നമുക്ക് സിറോദ, അപ്സ്റ്റോക്സ് പോലുള്ള വളരെ ഈസി പ്ലാറ്റ്ഫോംസ് ഇല്ലേ, അതുപോലെ തന്നെ ബോണ്ടുകൾ ഏതൊരു സാധാരണക്കാരനും വാങ്ങാനും വിൽക്കാനും പറ്റുന്ന ഗോൾഡൻ പൈ എന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. ആ ഒരു പ്ലാറ്റ്ഫോമിലൂടെ എങ്ങനെ ട്രാൻസാക്ഷൻസ് നടത്തണമെന്നും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ബോണ്ടുകൾ എന്താണെന്ന് പഠിക്കാം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പഠിക്കാം, എങ്ങനെ ഫിനാൻഷ്യലി ഇന്റലിജന്റ് ആയിട്ട് അതിശക്തമായിട്ട് മുന്നിലേക്ക് പോകണമെന്ന് പഠിക്കാം. അപ്പോൾ എപ്പോഴത്തെ പോലെയും വീഡിയോ മുഴുവനായി ശ്രദ്ധിച്ച് തന്നെ കാണുക. ബോണ്ടുകളെ പറ്റിയും ഡിബഞ്ചറുകളെ പറ്റി എല്ലാം തന്നെ മനസ്സിലാക്കാനായിട്ട്. ദ നെയിം ഈസ് ഷാരിഖ് ഷംസുദ്ദീൻ. വെൽക്കം ടു ഫണ്ട് ഫോളിയോ. ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കേണ്ടത് എന്താണ് ബോണ്ടുകളെന്നും എന്താണ് ഡിബഞ്ചറുകളെന്നാണ്. രണ്ട് പെർസ്പെക്റ്റീവ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബോണ്ടുകളും ഡിബഞ്ചറുകളും എന്താണെന്ന് മനസ്സിലാക്കാം. അതായത് ഏറ്റവും ആദ്യം നമ്മൾ കമ്പനികളുടെ പെർസ്പെക്റ്റീവില്, അതായത് ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷന്റെ പെർസ്പെക്റ്റീവിൽ ആലോചിക്കുകയാണെങ്കിൽ അതെന്താണെന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിന്റെ കേസിൽ പറഞ്ഞതുപോലെ ഈ കമ്പനികൾക്ക് എഗെയിൻ പൈസയുടെ റിക്വയർമെന്റ് ഉണ്ട്. അവർക്ക് വളരാനാകാം, അവരുടെ പുതിയ ഏതെങ്കിലും ഒരു പ്ലാന്റ്, ഒരു മാനുഫാക്ചറിംഗ് പ്ലാന്റ് ഉണ്ടാക്കാനാകാം, അവർക്ക് പുതിയൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യാനാകാം, അവർക്ക് ക്യാപിറ്റലിന്റെ റിക്വയർമെന്റ് ഉണ്ട്. അപ്പോൾ പിന്നെയും കമ്പനിക്കാർ ചിന്തിക്കുകയാണ്, എവിടുന്ന് ക്യാപിറ്റൽ കൊണ്ടുവരാൻ പറ്റും? അപ്പോൾ അവർ വിചാരിച്ചു ബാങ്ക് ലോൺ എടുക്കാം. പക്ഷെ ബാങ്ക് ലോണിന് കുറെ അധികം നൂലാമാലകളുണ്ട്. അപ്പോൾ അവർ വിചാരിച്ചു വേണമെങ്കിൽ ഒരു IPO ചെയ്യാം, സ്റ്റോക്ക് മാർക്കറ്റിലൂടെ ഷെയർ ലിസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ പൈസ റേസ് ചെയ്യാം. അപ്പോൾ വേണമെങ്കിൽ അവർക്ക് IPO റൂട്ട് പോകാം, അല്ലെങ്കിൽ അവർ ഓൾറെഡി IPO ചെയ്ത കമ്പനി ആകും. അപ്പോൾ അവരെന്ത് ചെയ്യും? അപ്പോൾ അവർ ആലോചിക്കുകയാണ്, നമുക്ക് പൈസ കടം വാങ്ങാം, എന്നാൽ ബാങ്കിൽ നിന്ന് കടം വാങ്ങണ്ട, അതിൽ കുറെ നൂലാമാലകളുണ്ട്. നമുക്ക് സാധാരണക്കാരിൽ നിന്ന്, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൽ നിന്ന്, നിക്ഷേപകരിൽ നിന്ന്, അല്ലെങ്കിൽ HNIs നിന്ന്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൽ നിന്ന്, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൽ നിന്ന്, അവരിൽ നിന്നെല്ലാം പൈസ കടം വാങ്ങാം. അങ്ങനെ ആ പൈസ അവരിൽ നിന്ന് കടം വാങ്ങിച്ചിട്ട് ആ പൈസ ഉപയോഗിച്ചിട്ട് ഇവരുടെ ആവശ്യമുള്ള കാര്യങ്ങൾ നടത്താം. പൈസ കടമല്ലേ വാങ്ങിച്ചത്? അപ്പൊ കടം കൊടുത്ത ആൾക്കാർ, അതായത് നമ്മളാകാം, മറ്റു പറഞ്ഞ പോലെ ഇൻവെസ്റ്റേഴ്സ് ആകാം, അവർക്ക് പകരം ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കൊടുത്താൽ പോരെ. അതായത് ഇവർക്കൊരു പൈസയുടെ ആവശ്യം വന്നപ്പോൾ എങ്ങനെയാണോ ഇവർ ബാങ്ക് ലോൺ എടുക്കുന്നത്, ബാങ്ക് ലോൺ എടുത്താൽ ബാങ്കിൽ നിന്ന് പൈസ വാങ്ങും, ബാങ്കിന് പകരം ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതുണ്ട്. അതിന് പകരം കമ്പനി ആലോചിക്കുകയാണ്, ഈ ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങാം, പകരം അവർക്കും ഇൻട്രസ്റ്റ് കൊടുത്താൽ പോരെ എന്ന്. അപ്പോൾ ഇങ്ങനെ പണം ഈ ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്ത് നിന്ന് കടം വാങ്ങുമ്പോൾ അവർക്ക് തിരിച്ചു കൊടുക്കുന്ന സാധനത്തിന്റെ ഒരു പേപ്പർ ആണെന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. ആ ഒരു പേപ്പർ, ഒരു എന്താ പറയുക, ഒരു ഗ്യാരണ്ടി പോലെ കൊടുക്കുന്ന ആ പേപ്പറിനെ വിളിക്കുന്ന പേരാണ് ബോണ്ട് അല്ലെങ്കിൽ ഡിബഞ്ചർ എന്നുള്ളത്. വളരെ ഈസി അല്ലേ? അത്ര തന്നെയുള്ളൂ. പേരൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പേടിക്കും, എന്തോ ബോണ്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ പേടിക്കും, ഗവൺമെന്റ് ബോണ്ട് ഉണ്ട്, ട്രഷറി ബില്ലുണ്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ പേടിക്കും. ഒന്നുമില്ല. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അതൊരു ഗവൺമെന്റ് ബോഡി ആകാം, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കമ്പനി ആകാം, ഒരു ബാങ്ക് ആകാം, ഒരു NBFC ആകാം. ആ ഒരു കമ്പനിക്ക് പൈസയുടെ റിക്വയർമെന്റ് ഉണ്ട്. പൈസ എവിടെ നിന്ന് റേസ് ചെയ്യും? ബാങ്കിൽ നിന്ന് കടം വാങ്ങാൻ താല്പര്യമില്ല, IPO ഓൾറെഡി ചെയ്തതാണ്, ഇനിയും ഷെയർ കൊടുത്തുകൊണ്ട്, ഷെയർ വളരെ വാല്യൂബിൾ ആയിട്ടുള്ള കാര്യമാണ്, കമ്പനിയുടെ ഷെയർ കൊടുത്ത് തിരിച്ച് പൈസ വാങ്ങാൻ താല്പര്യമില്ല. അപ്പോൾ ഇവർ വിചാരിക്കുകയാണ്, ഈ സാധാരണ നിക്ഷേപകരിൽ നിന്നും അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്തൊക്കെ കടം വാങ്ങാം, പൈസ ലോൺ ആയിട്ട് വാങ്ങിച്ചിട്ട് അവർക്ക് തിരിച്ച് ഇൻട്രസ്റ്റ് കൊടുക്കാം. അപ്പോൾ അത് കൊടുക്കുമ്പോൾ പരസ്പരം ഉണ്ടാക്കുന്ന ആ ഒരു എഗ്രിമെന്റിനെയാണ് ബോണ്ട് അല്ലെങ്കിൽ ഡിബഞ്ചർ എന്ന് വിളിക്കുന്നത്. അത്ര മാത്രമേ ഉള്ളൂ. കാര്യം വളരെ സിമ്പിൾ ആണല്ലോ, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവ് മനസ്സിലായി.
കമ്പനികളുടെ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന ഓർഗനൈസേഷന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് ബോണ്ട് എന്താണെന്നും ഡിബഞ്ചർ എന്താണെന്നും വിശദമായി മനസ്സിലായിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ പെർസ്പെക്റ്റീവ് കേട്ട് നോക്കാം. നമ്മൾ നിക്ഷേപകരുടെ പെർസ്പെക്റ്റീവില് നമ്മൾ ബോണ്ട് മാർക്കറ്റിൽ എന്തിനു പോകണം, നമ്മൾ ബോണ്ട്സ് എന്തിനു വാങ്ങണം? ഇതും നേരത്തെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ കേസ് പറഞ്ഞ പോലെ അത്രയധികം സിമ്പിൾ ആണ്. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പോയി ഒരു കമ്പനിയുടെ ഓഹരി എന്തിനാണ് വാങ്ങുന്നത്? കുറെ നാൾ കഴിയുമ്പോൾ ആ കമ്പനി നന്നാകുമ്പോൾ, കമ്പനി കളർഫുൾ ആകുമ്പോൾ ആ ഓഹരിയുടെ വില കൂടും. അപ്പോൾ നമ്മൾ വാങ്ങിച്ചത് കുറഞ്ഞ വിലക്കായിരിക്കും, വില കൂടുമ്പോൾ നമ്മൾ വിൽക്കും, അതിന്റെ ലാഭം നമുക്ക് കിട്ടും. എന്നാൽ ഇവിടെ കുറച്ചൊരു വ്യത്യാസമുണ്ട്. എന്താണ്? നമ്മൾ ഇൻവെസ്റ്റേഴ്സ് ഗവൺമെന്റിനും അതുപോലെ വലിയ വലിയ പ്രൈവറ്റ് കമ്പനികൾക്കും ലോൺ കൊടുക്കുകയാണ്. എത്ര കൂളാണല്ലോ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. HDFC ബാങ്കിന് അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റിന്, ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന്, ഏതെങ്കിലും ഒരു PSUക്ക്, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിന് പോലും നമ്മളൊരു സാധാരണക്കാരൻ പൈസ കടം കൊടുക്കുകയാണ് അവരുടെ കാര്യങ്ങൾ നടത്താനായിട്ട്. അങ്ങനെ കടം കൊടുക്കുമ്പോൾ അവർ അതിന് പകരം നമുക്ക് നമ്മുടെ കയ്യിൽ കടം വാങ്ങിച്ചുകൊണ്ട് ഇൻട്രസ്റ്റ് തരുന്നു. അപ്പൊ ഇവിടെ നമ്മുടെ റിട്ടേൺസ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റിന്റെ രൂപത്തിലാണ്. നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു 1 ലക്ഷം രൂപ ഒരു ഓർഗനൈസേഷന്, ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന ഓർഗനൈസേഷന് കടം കൊടുത്തു. അപ്പോൾ കടം കൊടുക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞ ബോണ്ട് എന്ന സർട്ടിഫിക്കറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട് വർഷം 13% ഇതിന്റെ പുറത്ത് ഇൻട്രസ്റ്റ് തരിക എന്ന്. അപ്പോൾ ഓരോ വർഷവും നമുക്ക് 13% ഫിക്സ്ഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് കിട്ടുകയാണ്. അതാണ് ഇവിടുത്തെ പോയിന്റ്. FDയുടെ പുറകിലും ആൾക്കാർ പോകുന്നത് എന്തുകൊണ്ടാണ്? ഫിക്സ്ഡ് ആയിട്ടുള്ള റിട്ടേൺസ് കിട്ടും, സേഫ് ആയിട്ട് കിട്ടും. അത് തന്നെ നമുക്ക് ഇവിടെയും കിട്ടുന്നില്ലേ? കമ്പനി ആദ്യം തന്നെ കമ്പനിയാകാം. ഞാൻ ഒന്നുകൂടി പറയുകയാണ്, ഇത് കമ്പനിയാകാം. ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത് കമ്പനിയാകാം, ഗവൺമെന്റ് ആകാം, സെൻട്രൽ ഗവൺമെന്റ് ആകാം, സ്റ്റേറ്റ് ഗവൺമെന്റ് ആകാം, PSU ആകാം. അത്ര സേഫ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് നമ്മളെടുത്ത് പറയുന്നത് ഒരു ഫിക്സ്ഡ് റിട്ടേൺ തരുമെന്ന്. അപ്പോൾ ഫിക്സ്ഡ് റിട്ടേണും കിട്ടുന്നുണ്ട്, സേഫ്റ്റിയും ഉണ്ട്. നമ്മൾ FDയിൽ എന്താണോ നോക്കി പോകുന്നത് അതെല്ലാം ഇവിടെ കിട്ടുന്നില്ലേ? FDയിൽ 6% കിട്ടുമ്പോൾ ഇവിടെ പലരും 8%, 10%, 13% പോലും തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പെർസ്പെക്റ്റീവും നിക്ഷേപകരുടെ പെർസ്പെക്റ്റീവും ക്ലിയർ ആയില്ലേ? അപ്പോൾ എന്തായാലും ഇത്രയും മനസ്സിലായി നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷനിലേക്ക് എത്തി നിൽക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഒരു ഡൗട്ട് ഉണ്ടാകും. ഞാൻ പലപ്പോഴും ബോണ്ടുകളും ഡിബഞ്ചറുകളും എന്ന് ഒരുമിച്ച് പറയുന്നു. അപ്പോൾ ഇത് രണ്ടും ശരിക്കും ഒന്നാണോ? ഇവ രണ്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നൊരു ഡൗട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാകും. ശരിയല്ലേ? ബോണ്ട്സ്, ഡിബഞ്ചേഴ്സ് ഇവ രണ്ടും ഒന്നാണോ, വ്യത്യസ്തമാണോ? ബോണ്ട്സും ഡിബഞ്ചേഴ്സും ഏറെക്കുറെ സിമിലർ ആണ് എന്ന് വിചാരിക്കാമെന്നാണ് ഞാൻ പറയുന്നത്. ഇനി ഇതിനെപ്പറ്റി ഡിഫറൻസ് നോക്കണമെങ്കിൽ മേജർ ആയിട്ടുള്ള 2 ഡിഫറൻസസ് പറഞ്ഞുതരാം. അതായത് ഞാൻ പറഞ്ഞതുപോലെ ബോണ്ടുകളും ഡിബഞ്ചറുകളും പല ഓർഗനൈസേഷൻസും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഗവൺമെന്റ് ബോഡീസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്, പ്രൈവറ്റ് ബാങ്കുകളും പ്രൈവറ്റ് ബോഡീസും പ്രൈവറ്റ് കമ്പനീസും ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു വളരെ പെട്ടെന്ന് ഡിഫറൻഷിയേഷൻ പറയാനാണെങ്കിൽ ഗവൺമെന്റ് എപ്പോ ഇതുപോലൊരു ഇൻസ്ട്രുമെന്റ് പുറത്ത് വിടുന്നുണ്ടെങ്കിലും അതിനെ പലപ്പോഴും ബോണ്ടുകൾ എന്ന് വിളിക്കാറുണ്ട് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ. എന്നാൽ പ്രൈവറ്റ് കമ്പനികളോ പ്രൈവറ്റ് ബാങ്കുകളോ NBFCs ഒക്കെയാണ് ഇഷ്യൂ ചെയ്യുന്നെങ്കിലോ അപ്പോൾ അതിനെ ഡിബഞ്ചേഴ്സ് എന്ന് വിളിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, ട്രഷറി ബില്ല്, UP സ്റ്റേറ്റ് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബോണ്ട് ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിനെയെല്ലാം നമുക്ക് ബോണ്ടുകൾ എന്ന് വിളിക്കാം. എന്നാൽ നമ്മൾ പ്രൈവറ്റ് സ്പേസിലേക്ക് നോക്കുകയാണെങ്കിലോ നമ്മുടെ വളരെ ഫേമസ് ആയിട്ടുള്ള HDFC ബാങ്ക്, ശ്രീറാം ട്രാൻസ്പോർട്ട് ഫിനാൻസ്, കരൂർ വൈശ്യ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് അതുപോലുള്ള പ്രൈവറ്റ് കമ്പനികളും സെയിം മോഡലിൽ ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങുന്നുണ്ട്. എന്നാൽ അവിടെ അതിനെ ഡിബഞ്ചർ എന്ന് വിളിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ അങ്ങനെ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ആ ഒരു വ്യത്യാസത്തെ പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട എന്ന് മാത്രം. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ബോണ്ടും ഡിബഞ്ചറും വലിയ വ്യത്യാസമൊന്നുമില്ല, ഇഷ്യൂ ചെയ്യുന്നതിലുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് ബോണ്ടുകളെയും ഡിബഞ്ചറുകളെയും ഒരേ വാക്ക് പോലെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ മുന്നിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്താണ് ബോണ്ടുകളെന്നും ഡിബഞ്ചറുകളെന്നും മനസ്സിലായ സ്ഥിതിക്ക് ഇതിന്റെ കുറെ ബേസിക് ടെർമിനോളജീസ് നമുക്ക് മനസ്സിലാക്കാം. ശരിയല്ലേ? ഈ ബേസിക് ടേംസ് മനസ്സിലായാലല്ലേ നമുക്കിനി നാളെ നമുക്ക് എല്ലാവർക്കും ഇൻവെസ്റ്റ് ചെയ്യേണ്ടതാണ്. നമ്മുടെ പോർട്ട്ഫോളിയോയുടെ ഭാഗമായിട്ട് ബോണ്ടുകളെ മാറ്റി എടുക്കേണ്ടത് തന്നെയാണ്. അവിടെ പോയിട്ട് അത് വായിച്ചു നോക്കുമ്പോൾ ടേംസ് മനസ്സിലാക്കേണ്ടതില്ലേ? ബേസിക് ടെർമിനോളജീസ് നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് കൂപ്പൺ അല്ലെങ്കിൽ കൂപ്പൺ റേറ്റ് എന്നുള്ള ടേമാണ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു, നമ്മളൊരു കമ്പനിക്ക് ബോണ്ട് വാങ്ങാനായിട്ട് കമ്പനിക്ക് പണം കടം കൊടുക്കുമ്പോൾ അവർ നമുക്ക് പകരം ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഉറപ്പ് തരുമെന്ന് പറഞ്ഞു. ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റിനെ വിളിക്കുന്ന പേരാണ് കൂപ്പൺ റേറ്റ്. രണ്ടാമത്തെ ടേം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫേസ് വാല്യൂ എന്നുള്ളതാണ്. അതായത് ഒരു ബോണ്ടിന്റെ ഫേസ് വാല്യൂ. ഇവിടെ ഒരു പുതിയൊരു കാര്യം കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. എങ്ങനെയാണ് ഒരു ബോണ്ട് ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുന്നത്? അപ്പൊ എങ്ങനെയാണ് ഒരു കമ്പനി ഇക്വിറ്റി അല്ലെങ്കിൽ ഓഹരി ഇഷ്യൂ ചെയ്യുന്നത്? IPO നടത്തിയിട്ട് അല്ലേ, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് നടത്തിയിട്ട് ഏറ്റവും ആദ്യമായിട്ട് ഒരു കമ്പനിയുടെ ഓഹരി പബ്ലിക്കിന് കൊടുക്കും. അതുപോലെ തന്നെ ഒരു കമ്പനി തീരുമാനിക്കുകയാണ് അവർക്ക് ഡിബഞ്ചറുകൾ അല്ലെങ്കിൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യണമെന്ന്. ഇവിടെയാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, പലപ്പോഴും നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസ് കേൾക്കുമ്പോൾ വായിക്കുമ്പോൾ, എൻ്റെ ആർട്ടിക്കിൾ എല്ലാം വായിക്കുമ്പോൾ നിങ്ങൾ വായിക്കുന്നതല്ലേ, ഈ ഒരു കമ്പനി NCD നോൺ കൺവെർട്ടിബിൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ചു എന്ന് നമ്മൾ കേൾക്കുന്നതല്ലേ, വായിക്കുന്നതല്ലേ. അതുപോലെ തന്നെ കമ്പനികൾ ഒരു പോയിന്റിൽ തീരുമാനിക്കുകയാണ് ഒരു 1000 കോടി റേസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു 10,000 കോടി റേസ് ചെയ്യാനായിട്ട് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാമെന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ അത് തീരുമാനിക്കുമ്പോഴാണ് അത് ആ ഡിബഞ്ചറിന്റെ അല്ലെങ്കിൽ ആ ഒരു ബോണ്ടിന്റെ
IPO എന്ന് പറയുന്നത്. അങ്ങനെ അത് തീരുമാനിക്കുന്ന ആ ഒരു തുടക്ക സമയത്ത് ആ ഒരു ബോണ്ടിന് നിശ്ചയിക്കുന്ന വിലയാണ് ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ പലപ്പോഴും മാർക്കറ്റിൽ കാണാൻ പറ്റുന്നത് ഒരു ബോണ്ട് സാധാരണ കണ്ടുവരുന്നത് ചില 10,000 രൂപയുടെ ബോണ്ട് ഉണ്ട്, 1 ലക്ഷം രൂപയുടെ ബോണ്ട് ഉണ്ട്, 5 ലക്ഷം രൂപയുടെ ബോണ്ട് ഉണ്ട്, 10 ലക്ഷം രൂപയുടെ, അങ്ങനെ വിവിധ വിലയിലെ ബോണ്ടുകളാണ് തുടക്കത്തിൽ വരിക. അതിനെയാണ് ഫേസ് വാല്യൂ എന്ന് വിളിക്കുന്നത്. അടുത്ത മനസ്സിലാക്കേണ്ട ടേം മാർക്കറ്റ് വാല്യൂ ആണ്. അതായത് ഈ ബോണ്ടിന്റെ IPO നടത്തുമ്പോൾ ബോണ്ടിന്റെ വില ഇതായിരുന്നു, എന്നാൽ ആ ഒരു ബോണ്ട് IPO ചെയ്തതിനു ശേഷം മാർക്കറ്റിൽ അവൈലബിൾ അല്ലേ, ബോണ്ടുകൾ പലരും വാങ്ങുകയും വിൽക്കുകയും എല്ലാം ചെയ്യില്ലേ, സപ്ലൈ ഡിമാൻഡ് വെച്ചിട്ട് ആ ഒരു ബോണ്ടിന്റെ വില കുറച്ചൊന്ന് കയറുകയും താഴുകയും ചെയ്യാൻ സാധ്യതയില്ലേ. അപ്പോൾ അങ്ങനെ സെക്കൻഡറി മാർക്കറ്റില് ബോണ്ടിന്റെ വില കുറച്ച് മാറ്റം വരുമ്പോൾ അതിനെ വിളിക്കുന്ന വിലയാണ് മാർക്കറ്റ് വാല്യൂ എന്നുള്ളത്. നാലാമത്തെ ടേം നമ്മൾ മനസ്സിലാക്കേണ്ടത് പേയ്മെന്റ് ഫ്രീക്വൻസി ആണ്. അതായത് ഒരു ബോണ്ട് നമ്മൾ വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ നോക്കേണ്ട ക്രൈറ്റീരിയകളാണല്ലോ ഞാൻ പറഞ്ഞ പോലെ ഈ ടേംസ് ഉള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട ഒരു ക്രൈറ്റീരിയ, ഒരു ടേം ആണ് പേയ്മെന്റ് ഫ്രീക്വൻസി. അത് ഞാൻ പറഞ്ഞു, നമ്മൾ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ കമ്പനി നമ്മുടെ അടുത്ത് പറയുകയാണ് ഈ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള പെർസെന്റേജ് റിട്ടേൺ, ഒരു 12% ഇൻട്രസ്റ്റ് നമ്മൾ തന്നുകൊള്ളാമെന്ന്. അപ്പോൾ നമ്മൾ ബോണ്ട് നോക്കുമ്പോൾ ഓരോ ബോണ്ടിനും ഓരോ ബോണ്ടിന്റെ സ്വഭാവം ഉണ്ടാകും. ചില കമ്പനികൾ പറയും നമ്മൾ മാസാമാസം ഇൻട്രസ്റ്റ് പേയ്മെന്റ് തരാമെന്ന്. ചിലർ ആദ്യമേ എഴുതി വെച്ചിട്ടുണ്ടാകും ക്വാർട്ടർലി ആയിരിക്കും ഇൻട്രസ്റ്റിന്റെ പേ ഔട്ട് നടത്തുന്നത്. ചിലർ പറയും നമ്മൾ ആനുവലി ആയിരിക്കും ഇൻട്രസ്റ്റിന്റെ പേ ഔട്ട് നടത്തുന്നതെന്ന്. അപ്പോൾ ഇങ്ങനെ എത്ര ഫ്രീക്വന്റ്ലി ആണ് ഇവർ നമ്മുടെ ഇൻട്രസ്റ്റിന്റെ പേ ഔട്ട് തരുന്നത് എന്നുള്ളതിന്റെ ബേസിസിലാണ് പേയ്മെന്റ് ഫ്രീക്വൻസി എന്ന ടേം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അഞ്ചാമത്തെ ടേം നമ്മൾ മനസ്സിലാക്കേണ്ടത് മെച്യൂരിറ്റി പീരീഡ് ആണ്. അതൊരു ബോണ്ട് ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ അത് വാങ്ങിക്കാൻ പോകുമ്പോൾ തന്നെ അതിന്റെ മെച്യൂരിറ്റി പീരീഡ് എഴുതിയിട്ടുണ്ടാകും. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബോണ്ട് ആദ്യം ഇഷ്യൂ ആകുമ്പോൾ തന്നെ അതിന്റെ മെച്യൂരിറ്റി പീരീഡ് 5 വർഷമാണെന്ന് വിചാരിക്കുക. ആ ഒരു 5 വർഷം മെച്യൂരിറ്റി പീരീഡ് ഉള്ള ഇയർലി ഇൻട്രസ്റ്റ് പേ ഔട്ട് പേയ്മെന്റ് ഫ്രീക്വൻസി ഉള്ള ആ ഒരു ബോണ്ടിന്റെ ഫേസ് വാല്യൂ 1 ലക്ഷം രൂപയാണെങ്കിൽ 1 ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. ആ 1 ലക്ഷം രൂപ മെച്യൂരിറ്റി പീരീഡ് ആയ 5 വർഷം വരെ അവിടെ തന്നെ കിടക്കും. ഓരോ വർഷവും നമുക്ക് 13% ഇൻട്രസ്റ്റില് പേ ഔട്ട് കിട്ടിക്കൊണ്ടിരിക്കും. 5 വർഷം എന്ന മെച്യൂരിറ്റി പീരീഡ് ആകുമ്പോൾ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ്? 1 ലക്ഷം രൂപ എന്നല്ലേ പറഞ്ഞത്? ആ ഒരു 1 ലക്ഷം രൂപ അതുപോലെ തന്നെ നമുക്ക് തിരിച്ചു കിട്ടുന്നു. ഇപ്പോൾ പയ്യെ ടേംസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി വരുന്നു എന്ന് വിചാരിക്കുന്നു. ആദ്യം പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു, മെച്യൂരിറ്റി പീരീഡ് ആകുമ്പോൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്ത് അത്ര തന്നെ തിരിച്ചു വരുന്നു. അതിനിടയിൽ പേയ്മെന്റ് ഫ്രീക്വൻസി പ്രകാരം കൂപ്പൺ റേറ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് പ്രകാരമുള്ള ഇൻട്രസ്റ്റ് എമൗണ്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും അവസാനം ആറാമതായിട്ട് അറിയേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം എന്ന് പറയുന്നത് റേറ്റിംഗ് ആണ്. അത് നമ്മൾ ബോണ്ട് മാർക്കറ്റിൽ പോയിട്ട് കുറേ ബോണ്ടുകൾ കാണാൻ പറ്റും. ഏത് ബോണ്ട് വാങ്ങണമെന്ന് തീരുമാനിക്കുമ്പോൾ അവിടെ നമ്മുടെ സെബി ആണെങ്കിലും ഗവൺമെന്റ് ആണെങ്കിലും ആ ഒരു ബോണ്ടിന് കൊടുക്കുന്ന ഒരു ട്രസ്റ്റ് കൊണ്ടുവരുന്ന ഫാക്ടർ എന്ന് പറയുന്നത് അതിന്റെ റേറ്റിംഗ് ആണ്, അല്ലെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് റേറ്റിംഗ് എന്നൊക്കെ വിളിക്കാം അല്ലേ. അത് നമുക്ക് നമ്മൾ ഒരു ബാങ്കിൽ ലോൺ എടുക്കാൻ പോയാൽ നമ്മുടെ സിബിൽ സ്കോർ ചോദിക്കും, നമ്മുടെ ക്രെഡിറ്റ് റേറ്റിംഗ് ചോദിക്കും. അതുപോലെ തന്നെ ക്രിസിൽ പോലുള്ള ICRA പോലുള്ള ഓർഗനൈസേഷൻസ് ഓരോ ബോണ്ടിനും അതിന്റെ സേഫ്റ്റി നോക്കിയിട്ട് ഒരു റേറ്റിംഗ് കൊടുക്കും. ഏറ്റവും ടോപ്പ് റേറ്റഡ് ആയിട്ടുള്ള ബോണ്ടുകളാണെങ്കിൽ AAA റേറ്റിംഗ് ഉണ്ടാകും, അതിന്റെ താഴെയാണെങ്കിൽ AA റേറ്റിംഗ് ഉണ്ടാകും, അതിന്റെയും താഴെയാണെങ്കിൽ A റേറ്റിംഗ് ഉണ്ടാകും. അങ്ങനെ റേറ്റിംഗ് കുറഞ്ഞും കൂടിയും എല്ലാം നിൽക്കും. അപ്പോൾ നമ്മൾ ബോണ്ട് വാങ്ങാൻ പോകുമ്പോൾ എപ്പോഴും അതിന്റെ ക്രെഡിറ്റ് റേറ്റിംഗിലേക്ക് കൂടി നോക്കുക. എത്രയും കൂടുതൽ അതിന്റെ റേറ്റിംഗ് ആണോ അത്രയും കൂടുതൽ സേഫ് ആണ് ബോണ്ട് എന്ന് ഉള്ളതാണ് അർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത്രയും ബേസിക് ടെർമിനോളജീസ് മനസ്സിലായിട്ടുണ്ട്. അതിനിടയിൽ ഞാൻ ചെറിയൊരു കഥ പറഞ്ഞപ്പോൾ ഈ ടെർമിനോളജീസ് മനസ്സിലായി. ഇപ്പോൾ ഒരു ബോണ്ട് കണ്ടാൽ എന്തൊക്കെ നോക്കണമെന്നും എന്ത് നോക്കി ഏത് ബോണ്ടിലേക്ക് എങ്ങനെ നിക്ഷേപിക്കണമെന്നും ചെറിയൊരു ഐഡിയ കിട്ടി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും കിട്ടി. ഇൻവെസ്റ്റ് ചെയ്യാൻ കുറച്ചെങ്കിലും ഒരു മൂഡായി നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത്. ഹൗ ടു ഇൻവെസ്റ്റ് ഇൻ ബോണ്ട്സ് ആൻഡ് ഡിബെഞ്ചേഴ്സ്. ബോണ്ടിലോ ഡിബഞ്ചറിലോ പണം നിക്ഷേപിക്കണമെങ്കിൽ നമുക്ക് ഡിമാറ്റ് അക്കൗണ്ടിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഓൾറെഡി പങ്കെടുക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ട് എന്ന് വിചാരിക്കുന്നു. അല്ലാത്തവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിറോദയിലോ അല്ലെങ്കിൽ അപ്സ്റ്റോക്സിലോ വളരെ ഈസി ആയിട്ട് ഒരു ചിലവും തന്നെ ഇല്ലാതെ വെറും മണിക്കൂറുകൾക്കുള്ളിൽ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമന്റിലും കൊടുക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണ്, അതിനുശേഷം ഒരു ബോണ്ടോ ഡിബഞ്ചറോ വാങ്ങുകയാണെങ്കിൽ അത് ഇലക്ട്രോണിക് രൂപത്തിൽ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ വന്നിരിക്കും. അപ്പൊ ചോദ്യം എന്ന് പറയുന്നത് എങ്ങനെ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പൊ കൺവെൻഷനലി കാലാകാലങ്ങളായിട്ട് നടന്നു വരുന്നത് നമുക്ക് ഈ ഒരു ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന ഓർഗനൈസേഷൻ ഏതാണെന്ന് നോക്കിയിട്ട് ആ ഓർഗനൈസേഷനുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ നമുക്ക് ബോണ്ടോ ഡിബഞ്ചറോ വാങ്ങാൻ പറ്റും, പണം നിക്ഷേപിക്കാൻ പറ്റും. ഇനി അതല്ല എങ്കിൽ വലിയ വലിയ ഷെഡ്യൂൾഡ് ബാങ്കുകൾ ഉണ്ടല്ലോ, ഈ ബാങ്ക്സിൽ പോയി സംസാരിക്കുകയാണെങ്കിലും ഈ ഡിബഞ്ചറുകളിലും ബോണ്ടുകളിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ ഇതൊന്നും ഒരു നല്ല മാർഗമായിരുന്നില്ല, ശരിയല്ലേ? അതായത് ആരാണ് ഇത്ര പണിയെടുത്ത് അവിടെയെല്ലാം പോയി സംസാരിച്ച് അത്രയും പേപ്പറൊക്കെ എഴുതി സൈൻ ചെയ്തിട്ട് ഇത്ര ബുദ്ധിമുട്ടുന്നത് ആരാണ്?
അതുകൊണ്ട് തന്നെ ആയിരിക്കാം പ്രോബബ്ലി ഇത്ര നാള് ഇന്ത്യയിൽ നമ്മൾ സാധാരണ നിക്ഷേപകരുടെ ഇടയിലെ ബോൺസിലും ഡിബെഞ്ചേഴ്സിലുമുള്ള ഇൻവെസ്റ്റ്മെന്റ് കോമൺ ആകാതിരുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പറഞ്ഞ പോലെ മ്യൂച്വൽ ഫണ്ട്സ് ആണെങ്കിലും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിലും ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് HNIs ആണെങ്കിലും അവരുടെ വെൽത്ത് ഗ്രോ ചെയ്യാനായിട്ട് അതിമനോഹരമായിട്ടാണ് ബോണ്ടുകളുടെയും ഡിബെഞ്ചറുകളെയും ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ഈ പറഞ്ഞതുപോലെ ഇൻവെസ്റ്റ് ചെയ്യൽ ഒരു സാധാരണക്കാരന് കുറച്ച് പാടുള്ള പരിപാടിയായിരുന്നു. അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഗോൾഡൻ പൈ എന്നുള്ള ഈ ഒരു പുതിയ പ്ലാറ്റ്ഫോം വരുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, സിറോദ ഇൻവെസ്റ്റ് ചെയ്തൊരു കമ്പനിയാണ് ഇത്. വളരെയധികം റെപ്യൂട്ടഡ് ആയിട്ട് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഏതൊരു സാധാരണക്കാരനും വീട്ടിലിരുന്ന് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ബോണ്ടുകളിലും ഡിബഞ്ചറുകളിലും ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള റിട്ടേൺ ഉണ്ടാക്കാനുള്ള ഒരു മാർഗമാണ് ഗോൾഡൻ പൈ ഇന്ന് നമ്മുടെ മുൻപിൽ തുറന്നു തന്നിട്ടുള്ളത്. അപ്പൊ ഇനി ചെയ്യേണ്ടത് മുന്നിലേക്ക് പോയിട്ട് ആ പ്ലാറ്റ്ഫോമിൽ എങ്ങനെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ബോണ്ടുകളെ നോക്കാം, എങ്ങനെ വാങ്ങാം, എങ്ങനെ വിൽക്കാം എന്നുള്ളത് മാത്രമാണ്. അപ്പൊ മുന്നിലേക്ക് പോയിട്ട് കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് പോയിട്ട് അത് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ബോണ്ടുകളിലും ഡിബഞ്ചറുകളിലും ഓൺലൈൻ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഗോൾഡൻ പൈ. ഈ ഒരു വെബ്സൈറ്റിലേക്ക് പ്ലാറ്റ്ഫോമിലേക്ക് ചെല്ലാനുള്ളതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമന്റിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ആണ്. ഒരു വളരെ നല്ലൊരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മുടെ അടുത്ത് നിന്ന് ₹1 പോലും ഒരു കമ്മീഷൻ ആയിട്ടോ ചാർജ് ആയിട്ടോ ഇവര് ഈടാക്കുന്നില്ല എന്നുള്ളതാണ്. ഇവർ ചാർജ് ചെയ്യുന്നതെല്ലാം ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന കമ്പനീസിൽ നിന്നാണ്. അപ്പൊ ഇവിടെ വന്നിട്ട് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട പ്രോസസ്സ് വളരെ ഈസിയാണ്. ഏതൊരു വെബ്സൈറ്റിലും ചെല്ലുന്നത് എന്ന പോലെ തന്നെ ഇവിടെ വന്നിട്ട് ആദ്യം നമ്മളൊരു അക്കൗണ്ട് ഉണ്ടാക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഇവിടെ നമുക്ക് ലോഗിനിലേക്ക് വരാം. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ട് ഇല്ല എങ്കിൽ സൈനപ്പിൽ ചെന്നതിന് ശേഷം നിങ്ങൾ ഒരു സാധാരണ ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. NRI ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം. നിങ്ങളുടെ കമ്പനിക്കോ നിങ്ങളുടെ ബിസിനസ്സിനോ ആണ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ കോർപ്പറേറ്റ് സെലക്ട് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് ഇവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ ലോഗിനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ലോഗിൻ ചെയ്യുകയാണ്. അപ്പോൾ എന്റെ അക്കൗണ്ട് ലോഗിൻ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് അക്കൗണ്ട് എന്തായാലും ക്രിയേറ്റ് ആയി, ലോഗിൻ ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റിലൊക്കെ വന്നതുപോലെ നമുക്കിവിടെ എന്താ വാങ്ങേണ്ടത്? ബോണ്ടുകൾ വാങ്ങണം. അപ്പൊ ബോണ്ടുകളെല്ലാം പോയി നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ബോണ്ടിനെ തിരഞ്ഞെടുത്ത് അത് വാങ്ങണം. അത്ര മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ മാർക്കറ്റിൽ ശരിക്കും ആയിരക്കണക്കിന് ബോണ്ടുകൾ അവൈലബിൾ ആണ്. ഇവരുടെ മനോഹരമായ ഈ ഡിസ്കവർ ബോണ്ട്സ് എന്ന സെക്ഷനിൽ പോവുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഫിൽറ്റേഴ്സ് അപ്ലൈ ചെയ്തിട്ട് സോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ബോണ്ടുകൾ നമുക്ക് കണ്ടെത്താം. അപ്പൊ ഇവിടെ ഒരു കാര്യം എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, താഴെ വരികയാണെങ്കിൽ കാണാൻ പറ്റും. ഇവിടെ ശരിക്കും നമ്മളൊരു ബോണ്ട് ഇഷ്ടപ്പെട്ട് അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനു മുമ്പ് ആകെ ഒരു ഒറ്റ സ്റ്റെപ്പ് ഉള്ളത്, നമ്മുടെ KYC നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് മാത്രമാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ പാൻ കാർഡ്, ആധാർ കാർഡ്, നമ്മുടെ ഒരു ഫോട്ടോ, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, അതുപോലെ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഇതെല്ലാം ഇവരുടെ ഒരു പോർട്ടൽ ഉണ്ട്, അവിടെ ചെന്നുകൊണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കണമെന്ന് മാത്രം. അത്രയും കൂടി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയായി എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം ബോണ്ട് സെലക്ട് ചെയ്യാൻ നമുക്ക് ഇവിടെ ഡിസ്കവർ ബോണ്ട്സിലേക്ക് വരാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കുറേ അധികം ബോണ്ട് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ സൈഡിൽ കാണുന്ന ലെഫ്റ്റിൽ കാണുന്ന ഫിൽട്ടർ സെക്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഫിൽട്ടർ ചെയ്യാം. അതുപോലെ തന്നെ സോർട്ട് ബൈ ഉപയോഗിച്ച് നമുക്ക് സോർട്ടും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഫിൽറ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണുള്ളത്? ഇൻവെസ്റ്റ്മെന്റിന്റെ പർപ്പസ് വെച്ചിട്ട് ഇവർ ഫിൽട്ടർ ചെയ്ത് തരുന്നുണ്ട് അല്ലെ. അതുപോലെ സേഫ്റ്റി, നമ്മൾ പറഞ്ഞതാണ്, ക്രെഡിറ്റ് റേറ്റിംഗ് ഉണ്ട്, അതിന്റെ ബേസിൽ നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റും. എത്ര ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതിന്റെ ബേസിൽ നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റും. പേയ്മെന്റ് ഫ്രീക്വൻസി ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേം ആണ് അല്ലെ. അതായത് ചിലർക്ക് ഒരു വർഷം ഒരു തവണ ഇൻട്രസ്റ്റ് കിട്ടിയാലും മതി, ചിലർക്ക് മാസാമാസം കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടാകും. അപ്പോൾ അതിന്റെ ബേസിസിലും എല്ലാം എല്ലാ ബോണ്ടുകളെയും നമുക്ക് ഫിൽട്ടർ ചെയ്ത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ സോർട്ട് ബൈയിൽ പോവുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ടിന്റെ ബേസിസിൽ, സേഫ്റ്റിയുടെ ബേസിസിൽ, ഇൻട്രസ്റ്റ് റേറ്റിന്റെ ബേസിസിലെല്ലാം നമുക്ക് ഇവരെ സോർട്ട് ചെയ്യാനും കൂടി പറ്റും. അപ്പൊ എന്തായാലും നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ളത് കിട്ടണമെന്നായിരിക്കുമല്ലോ. അതുകൊണ്ട് yield high to low എന്നുള്ളതിന്റെ ബേസിസിൽ ഞാനിപ്പോ സോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ദ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ലിമിറ്റഡിന്റെ ഒരു ഡിബഞ്ചർ ആണ്. അപ്പൊ എത്ര നല്ലൊരു കമ്പനിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിന്റെ സ്വന്തം ബാങ്ക് തന്നെയാണ് അല്ലെ സൗത്ത് ഇന്ത്യൻ ബാങ്ക്. അപ്പൊ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഈ ഒരു ഡിബഞ്ചറിനാണ് ഇപ്പോൾ ഗോൾഡൻ പൈ എന്ന ഈ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ഹൈ yield തരുന്ന, ഏറ്റവും ഹൈ ഇൻട്രസ്റ്റ് റിട്ടേൺസ് തരുന്ന ഒരു ഡിബഞ്ചർ. നോക്കുകയാണെങ്കിൽ മിനിമം ഇൻവെസ്റ്റ്മെന്റ് 2,25,000 രൂപയോളം വരുന്നുണ്ട്. yield കിട്ടുന്നത് 13.39%. പലപ്പോഴും പല മ്യൂച്വൽ ഫണ്ട്സിന് പോലും ഇത്രയും തരാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇത് ഫിക്സ്ഡ് ആണ്, സേഫ് ആണ് എന്നുള്ളതാണ്. പേയ്മെന്റ് ഫ്രീക്വൻസി എന്നുള്ളത് ഇയർലി ആണ്. വർഷത്തിൽ ഒരു തവണയായിരിക്കും ഇവർ ഇൻട്രസ്റ്റ് പേ ഔട്ട് നടത്തുക. ഇതിന്റെ ക്രെഡിറ്റ് റേറ്റിംഗ് റേറ്റിംഗ് ആണ്, ഒട്ടും മോശമല്ല അല്ലെ. അപ്പോൾ തീർച്ചയായിട്ടും താഴോട്ട് നോക്കുകയാണെങ്കിൽ വേറെയും ഉണ്ട്. ഇവിടെ 10 ലക്ഷം മിനിമം ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട്. ഇന്ത്യ ബുൾസ് ഹൗസിംഗ് ഫിനാൻസിന്റെ ഉണ്ട്, അതിലും 10 ലക്ഷം മിനിമം ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കുറെ ബോണ്ടുകൾ ഉള്ളത് കാണാൻ പറ്റുന്നുണ്ട്. നല്ല
ഈൽഡ് ഉള്ളത്, നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് എന്നും കാണാൻ പറ്റുന്നു അല്ലേ. ഇപ്പൊ ഇവിടെ നിങ്ങളുടെ മനസ്സിൽ ഒരു ഡൗട്ട് വരാം. ഇവിടെ നോക്കുകയാണെങ്കിൽ മിനിമം ഇൻവെസ്റ്റ്മെന്റ് 2.25 ലക്ഷം, ഇവിടെ 10 ലക്ഷം, ഇവിടെ 10 ലക്ഷം. അപ്പൊ ഇത്രയൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് വരാം അല്ലേ. അപ്പൊ അത് ക്ലിയർ ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് ലോ ടു ഹൈ എന്നുള്ളത് നോക്കാം. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒരു ബോണ്ട് കാണാൻ പറ്റുന്നുണ്ട്. AAA റേറ്റിംഗ് ഉള്ള ഒരു PSU ഓഫർ ചെയ്യുന്ന ഒരു ബോണ്ടാണ് അല്ലേ. എന്നാൽ മിനിമം ഇൻവെസ്റ്റ്മെന്റ് 10,000 രൂപ മാത്രം മതി. എന്നാൽ ഈൽഡ് എന്ന് പറയുന്നത്, അതായത് ഇൻട്രസ്റ്റ് റിട്ടേൺ വെറും 5% മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെന്താ അത്രയും കുറവ്? ഒന്ന് AAA റേറ്റഡ് ആണ്, അതുപോലെ ഒരു PSU, ഒരു ഗവൺമെന്റ് ഓഫർ ചെയ്യുന്ന 101% സേഫ് ആയിട്ടുള്ള ഒരു ബോണ്ടാണ്. എന്നാൽ അതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ്ലി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് സേവ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ടാക്സ് സേവിംഗ് ബോണ്ടാണ് ഇത്. അതുകൊണ്ടാണ് ഇതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറവ് നിൽക്കുന്നത്. ടാക്സ് അടക്കണ്ട എന്നുള്ളതൊക്കെ നോക്കുകയാണെങ്കിൽ ശരിക്കും നമുക്ക് കിട്ടുന്ന റിട്ടേൺ ഇൻഫാക്ട് കൂടുതൽ തന്നെയാണ്. അപ്പോൾ ഇതിനെപ്പറ്റി, ടാക്സ് സേവിംഗ് ബോണ്ട്സിനെ പറ്റിയൊക്കെ കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയുക, നമുക്കൊരു വീഡിയോ പ്ലാൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ താഴേക്ക് വരികയാണെങ്കിൽ കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള മറ്റ് ബോണ്ടുകൾ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്നാലും എനിക്കുറപ്പുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവുക ഇതിൽ തന്നെയായിരിക്കും. അതായത് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ 2 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ വർഷം 13.5% റിട്ടേൺസ് കിട്ടുന്ന ഈ ഒരു ബോണ്ടില്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതിന്റെ അകത്തെ പേജിലേക്ക് വരികയാണെങ്കിൽ അതിന്റെ ബേസിക് ഇൻഫർമേഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. മിനിമം ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് എത്രയാണ്, റിട്ടേൺസ് പെർ ഇയർ എത്ര കിട്ടും, കോൾ ഡേറ്റ് എന്ന് പറയുന്നതിന്റെ മെച്ചൂരിറ്റി ഡേറ്റ് ആണ്. 2025 ഈ ഒരു ബോണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഡിബഞ്ചർ മെച്യൂർ ആകും. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നമുക്ക് കിട്ടും. 2025 വരെ എല്ലാ വർഷവും, കണ്ടോ, പേയ്മെന്റ് ഫ്രീക്വൻസി എന്നുള്ളത് ഇയർലി ആണ്. എല്ലാ വർഷവും നമുക്ക് ഉറപ്പ് തന്നിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് കിട്ടും. വ്യൂ മോറിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ മറ്റ് ബേസിക് ഇൻഫർമേഷനും കാണാൻ പറ്റുന്നതാണ്. അതുപോലെ താഴേക്ക് വരികയാണെങ്കിൽ ക്രെഡിറ്റ് റേറ്റിംഗ് കാണാം. അതിലും താഴേക്ക് വരികയാണെങ്കിൽ കമ്പനിയുടെ മറ്റ് ബേസിക് ഡീറ്റെയിൽസും കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഡിസ്കവർ ബോൺസിൽ പോയിട്ട് മൾട്ടിപ്പിൾ ബോൺസിൽ നോക്കി നിങ്ങൾക്ക് ആഗ്രഹമുള്ള നിങ്ങളുടെ ക്രൈറ്റീരിയ അനുസരിച്ചുള്ള ഒരു ബോണ്ടിന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇനി അതല്ല സ്വയം തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, പറ്റുന്നില്ലെങ്കിൽ ഇവിടെ ടോക്ക് ടു എക്സ്പേർട്ടിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് മാനേജർ അസൈൻ ആകും. ഇൻഫാക്ട് വളരെ രസകരമായ കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് മലയാളത്തിൽ സംസാരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് മാനേജറിനെ ഇവർ ഉറപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ റിലേഷൻഷിപ്പ് മാനേജറുടെ അടുത്ത് സംസാരിച്ച്, അവർ എക്സ്പേർട്സ് ആണ് അല്ലെ, അവരുടെ ഹെൽപ്പോട് കൂടി ഗൈഡൻസോട് കൂടി നിങ്ങൾക്ക് ഇവിടെ ബോണ്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ KYC ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇൻവെസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം പ്ലേസ് ഓർഡർ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓൺലൈനായിട്ട് പൈസ അടച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ബോണ്ട് വാങ്ങാനും പറ്റും. ആ ബോണ്ട് നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് വരികയും ചെയ്യും. അത്ര മാത്രമേ ഉള്ളൂ ബോണ്ട് ഇൻവെസ്റ്റിംഗ്. അത്ര ഈസിയാണ് ഇപ്പോൾ ബോണ്ട് ഇൻവെസ്റ്റിംഗ്. ഗോൾഡൻ പൈ എന്നുള്ള ഇത്ര മനോഹരമായിട്ടുള്ള ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് സിറോദയും അപ്സ്റ്റോക്സും ഒക്കെ വന്നിട്ട് എങ്ങനെയാണോ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റും ട്രേഡിങ്ങും റെവല്യൂഷനൈസ് ചെയ്തത്, അതുപോലെയാണ് ഇപ്പോൾ ഗോൾഡൻ പൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ബാക്കിയൊരു കാര്യം, ഓക്കെ ബോണ്ട് ഇവിടെ വാങ്ങിച്ചു കഴിഞ്ഞു, ഇതിന് ഇനി എങ്ങനെ വിൽക്കണം എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് കുറെ നാൾ കഴിഞ്ഞിട്ട് വിൽക്കണം എന്നൊരു ആഗ്രഹം വരികയാണെങ്കിൽ അത് എന്ന് തന്നെയാണെങ്കിലും മെച്യൂരിറ്റി പീരീഡ് വരെ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് എന്ന് വിൽക്കണമെന്ന് തോന്നുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും. നിങ്ങളുടെ റിലേഷൻഷിപ്പ് മാനേജറെ വിളിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിൽ വന്നുകൊണ്ടോ ഇവരെ മെയിൽ ചെയ്തുകൊണ്ടോ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വെക്കാം. അപ്പൊ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് 1 രൂപ പോലും ചിലവില്ലാതെ നിങ്ങളുടെ പോർട്ട്ഫോളിയോനെ അതിശക്തമാക്കുന്ന FDനേക്കാളും ഒക്കെ എത്രയോ ബെറ്റർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ് ആണ് നമ്മൾ ഇന്ന് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയും കണ്ടതിലൂടെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ബോണ്ടുകളും ഡിബഞ്ചറുകളും എന്താണെന്നും അതിന്റെ ബെനിഫിറ്റ്സ് എന്താണെന്നും അതിൽ എങ്ങനെ നിക്ഷേപിക്കാമെന്നും അതിൽ നിക്ഷേപിക്കുന്നതിലൂടെ വളരെ സേഫ് ആയിട്ട് ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഇൻകം, ഫിക്സ്ഡ് ആയിട്ടുള്ള റിട്ടേൺസ് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ ലക്ഷ്യം നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരിലേക്കും ഫിനാൻഷ്യൽ ഇന്റലിജൻസ് എത്തിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു കുറച്ച് പ്രായമായിട്ടുള്ള കയ്യിൽ വലിയൊരു ലംസം എമൗണ്ട് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർ തീർച്ചയായിട്ടും ഒരു FDയിൽ പണം ഇടുന്നതിന് പകരം അല്ലെങ്കിൽ അവിടെ ഇടുന്ന എമൗണ്ട് ഫുൾ അവിടെ ഇടാതെ അതിന്റെ നല്ലൊരു ശതമാനം എടുത്ത് ബോണ്ടുകളിലോട്ട് കൂടി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും വളരെ ഫിനാൻഷ്യലി ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു മൂവ് ആയിരിക്കും. ഇനി അതല്ല, കുറച്ച് യങ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് ഏൺ ചെയ്യുന്നവരാണ്, നമ്മൾ പല സ്ഥലങ്ങളിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാകാം, ട്രേഡ് ചെയ്യുന്നുണ്ടാകാം, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഫിനാൻസിൽ നിങ്ങൾ കാണേണ്ടത് പല സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുന്നു അല്ലെ, അല്ലാതെ എല്ലാ പൈസയും കൊണ്ടുപോയി ഒരൊറ്റ സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ തീർച്ചയായിട്ടും ബോണ്ടുകൾക്ക് കൂടി ഒരു സ്ഥലം കണ്ടെത്തേണ്ടതുണ്ട്.
FD-യിലൊക്കെ സ്ഥലം കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് യങ് ആയിട്ടുള്ള കുറച്ച് നല്ല സ്വപ്നങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ FD-നെയൊക്കെ ചവിട്ടി പുറത്താക്കിയിട്ട് ബോണ്ടുകളെ ആ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഞാൻ നേരത്തെ നമ്മൾ സ്ക്രീനിൽ കണ്ടതുപോലെ പലപ്പോഴും 2 ലക്ഷം രൂപ അല്ലെങ്കിൽ 10 ലക്ഷം രൂപയുടെ മിനിമം ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട് നല്ല റിട്ടേൺസ് തരുന്ന നല്ല ബോണ്ടുകൾക്ക് വേണ്ടിയിട്ട്. എന്നാൽ എനിക്കറിയാം നമ്മുടെ ഇടയിൽ ആ എമൗണ്ട് എല്ലാം അഫോർഡ് ചെയ്യാൻ പറ്റുന്ന എത്രയോ അധികം ആൾക്കാരുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബോണ്ടുകളും ഡിബഞ്ചറുകളെയും നന്നായി ഉപയോഗിച്ചുകൊണ്ട് ഫിനാൻഷ്യലി ഇന്റലിജന്റ് ആയിട്ട് അതിശക്തമായിട്ട് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ ഒരു പുതിയ കണ്ണ് തുറക്കുന്ന പുതിയൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, അത് മനസ്സിലായെങ്കിൽ, ഹെൽപ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക. അത് മാത്രം പോരാ, തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവർക്ക് ബെനിഫിഷ്യൽ ആകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എന്ത് തന്നെ പറയാനുണ്ടെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടെങ്കിലും താഴെ കമന്റ് ചെയ്ത് ചോദിക്കുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.